ശരിയാണ്. അനു ഒരു ടാസ്ക് പോലും ജയിച്ചിട്ടില്ല. അനു ക്യാപ്റ്റൻ ആയിട്ടില്ല, നൂറയും ക്യാപ്റ്റൻ ആയിട്ടില്ല, അതില ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാമോ, അനു അവിടെ എന്ത് സംസാരിക്കുന്നു അതിന് ഉൾട്ടയായിട്ടുള്ള ബിഗ് ബോസ് ചെയ്യുന്നതെന്നുള്ളൊരു ഇത്. ഇപ്പം ഞാൻ അനു ചെയ്യുന്ന കാര്യങ്ങൾ, എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പൊ അനുവിന്റെ ആൾക്കാർ വന്നിട്ട് കുറേ പൊങ്കാലിടാറുണ്ട്. അവരുടെ കുടുംബത്ത് വീടിന്റെ മുറ്റത്ത് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ ടേബിൾ വന്നിട്ട് ഞാൻ വീഡിയോ വെതറുന്ന മാതിരിയാണ് അവരുടെ സംസാരം. ഒരു കണ്ടസ്റ്റന്റിന് വേണ്ടിയിട്ട് പ്രേക്ഷകര് എന്താ പറയാ ഇഷ്ടങ്ങൾ പറയാം, പക്ഷെ തെറ്റു ചൂണ്ടിക്കാണിക്കുന്നവരെ ആ കണ്ടസ്റ്റന്റിന് വേണ്ടിയിട്ട് വാരികോരി തെറി പറയുകയും അല്ലെങ്കിൽ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യണത് എന്ത് കണ്ടിട്ടാന്ന് എനിക്കറിയാൻ പാടില്ല. കാരണം ലീഗലി എന്തെങ്കിലും ഒരു സൈബർ കേസോ കാര്യങ്ങളോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഒരിക്കലും അനുവിന്റെ ആൾക്കാരോ വന്നിട്ട് നിങ്ങളെ ജാമ്യത്തിൽ ഇറക്കാനോ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനോ പോകുന്നില്ല. സോ കമന്റ് ബോക്സ് എന്തും എന്നുള്ളൊരു വിചാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. കാരണം ഹൗ ടു റെസ്പെക്ട്, ഹൗ ടു ടോക്ക്, ഹൗ ടു ബിഹേവ്, ക്യാരക്ടർ ഫോർമേഷൻ ഒക്കെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ മാക്സിമം മാന്യമായ രീതിയിൽ സംസാരിക്കാൻ നോക്കുക. ഈ മോശമായി സംസാരിച്ചിട്ടും തിരിച്ചു മാന്യമായി സംസാരിക്കുന്നത് മോശമായി സംസാരിക്കാൻ അറിയാൻ പാലാണ്ടല്ല, നിങ്ങൾ സംസാരിക്കണൊക്കെ നന്നായിട്ട് മോശമായിട്ട് സംസാരിക്കാൻ അറിയുന്നതുകൊണ്ടാണ്. പക്ഷെ എടുത്തു ചാടി എടുത്തോ പിടിച്ചോ മന റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്തു പോകുന്ന ആളുകളുടെ വായിൽ കോലിട്ട് കുത്തിക്കഴിഞ്ഞാൽ അവരുടെ ഒരു റിയാക്ഷൻ താങ്ങാൻ പറ്റത്തില്ല. സോ അനു ഇവിടെ പറഞ്ഞ കാര്യം, അനു ഗെയിം ഒന്നും ടാസ്ക് ഒന്നും ജയിച്ചിട്ടില്ല, ക്യാപ്റ്റനും ആയിട്ടില്ല. പക്ഷെ ഇവിടെ ആസ് എ പേഴ്സൺ ചില സമയത്ത് നമുക്ക് തോന്നുന്നത്, ഇപ്പൊ അനു അതിലെ നൂറൊക്കെ കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു, ഞാനൊന്ന് അപ്പൂപ്പെന്ന് വിളിച്ചതാണ് പ്രശ്നം, അക്ബറും ആര്യനും നെവിനും ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ആൻഡ് പേഴ്സണലി അവർക്ക് തോന്നുന്നു ഇപ്പൊ എന്തിനിപ്പോ 3 ക്യാപ്റ്റൻ, ഒരു വീടിന് എന്തിനാ ബിഗ് ബോസ് 3 ക്യാപ്റ്റൻ? അപ്പോ എനിക്കത് മനസ്സിലായില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രയോ കോംബോ, അവര് 3 പേർക്കും അസലായിട്ടുണ്ട്. ആ ഒരു വീട് ഭരിക്കാൻ 3 പേരും ഒത്തൊരുമിച്ച് പോയില്ലെങ്കിൽ 3 പേരും തമ്മിൽ തല്ലിച്ചാവും. പക്ഷെ അവിടെ ഇപ്പോ നമ്മുടെ അക്ബർ നല്ലൊരു പോയിന്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ അകത്തുള്ള കാര്യങ്ങളല്ലാതെ പബ്ലിക്കലി ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ്, ആ ഇഷ്യൂസ് നമ്മുടെ ബിഹേവിയർ, നമ്മുടെ ആക്റ്റീവ്നെസ് കൊണ്ട് എങ്ങനെ മാറ്റിയെടുക്കാം, അങ്ങനെ ഒരു കാര്യങ്ങൾ ആരും യോഗ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പല ചേഞ്ചസ് ഈ 3 പേരും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം 7ന്റെ പണി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ എന്തിനാ ബിഗ് ബോസ് ഒരു വീടിന് 3 ക്യാപ്റ്റൻ എന്നുള്ള ഞാൻ ചോദിച്ച പോലത്തെ ചോദ്യം അസാധുവാണ്. കാരണം അന്തിമ തീരുമാനം ബിഗ് ബോസിന്റെ ആണ്. ബിഗ് ബോസിന് അങ്ങനെ 3 പേരാക്കണമെന്ന് തോന്നി 3 പേരായി. ആൻഡ് അവരുടെ 3 പേരുടെ ഒരു കോംബോ, അവരുടെ 3 പേരും കൂടി ആയിക്കഴിഞ്ഞാൽ വീടെടുത്ത് മറച്ചു വെക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. കാരണം നെവിനൊക്കെ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഓക്കെ, അപ്പൊ അനുമോളുടെ ഒരു ചോദ്യം ഒരു കണക്കിന് പറഞ്ഞാൽ ന്യായമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്തിനാ ഇപ്പൊ 3 ക്യാപ്റ്റൻ? അപ്പോ അതല്ലാതെ ടാസ്ക് കൊടുത്ത ഏതെങ്കിലും ഒരാളെ ക്യാപ്റ്റൻ ആക്കിയാൽ പോരെ? എന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര പോപ്പപ്പ് ചെയ്തും അവരുടെ കാര്യങ്ങൾ ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പൊ ലാലേട്ടനാണെങ്കിലും ബിഗ് ബോസ് ആണെങ്കിലും. അപ്പോൾ ഒരു ഹെവി ഫേവറിസം ഉണ്ടെന്നുള്ള അനുവിന്റെ സംസാരം ആ ഒരു സിറ്റുവേഷനിൽ അനുവിന്റെ ഒരു സ്റ്റാൻഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഏതൊരു കുട്ടിയും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ എല്ലാം തീരുമാനിക്കുന്ന ബിഗ് ബോസ് തന്നെയാണ്. അപ്പൊ ഈ അനുവിന്റെ ഇപ്പൊ സംസാരിച്ച് ഈ ഫേവറിസം ഉണ്ടോ എന്നുള്ള കാര്യങ്ങള് ലാലേട്ടൻ ഇത്തവണ വരുമ്പോ തൂക്കിയെടുത്ത് സംസാരിക്കുകയും ചിലപ്പോ ഈ സംസാരിച്ച ഒരു വീഡിയോ കാണിക്കാൻ കൂടി ചാൻസ് ഉണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമന്റ് ചെയ്യുക.